ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു 10 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിച്ചിരുന്നു അല്ലേ? അത് കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചോ? ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്? ക്ലാസിഫിക്കേഷൻ, CAS 1 ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്, CAS 2 കപ്പാസിറ്റി ഡിറ്റർമിനേഷൻ, CAS 3 ഓവർഹെഡ്സ്, CAS 4 കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ ക്യാപിറ്റീവ് കൺസംഷൻ, CAS 5 determination of average cost of transportation, CAS 6 material cost, CAS 7 employee cost, CAS 8 cost of utilities, CAS 9 packing material cost, CAS 10 direct expenses. അപ്പോൾ ഈ 10 നമ്മൾ പഠിച്ചത്. 5, 6, 7 ഏതൊക്കെയായിരുന്നു എന്ന് അറിയായിരുന്നു അല്ലേ? ട്രാൻസ്പോർട്ടേഷനും 5 ട്രാൻസ്പോർട്ടേഷൻ, 6 മെറ്റീരിയൽ, 7 എന്തായിരുന്നു? എംപ്ലോയി കോസ്റ്റ്. അതുപോലെ തന്നെ 1 കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ, 2 എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് പ്ലാന്റ് കപ്പാസിറ്റി, 3 എന്ന് പറയുന്നത് ഓവർ ഹെഡ്സ്, 4 എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റീവ് കൺസംഷൻ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ക്യാപിറ്റീവ് കൺസംഷൻ അല്ലേ? 7 കഴിഞ്ഞ് 8 എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് യൂട്ടിലിറ്റീസ് ആണ് പറഞ്ഞത്. പിന്നെ പാക്കിംഗ് മെറ്റീരിയൽസ് ആയിരുന്നു 9, 10 എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് ബാക്കി 11 മുതൽ 22 വരെയുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് CAS 11 അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. CAS 11 എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്നത് അറിയാലോ, നമ്മുടെ ഓഫീസ് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് അല്ലേ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനെ ഒരു തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് എന്തുമാത്രം എക്സ്പെൻസുകൾ, കോസ്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്, അത് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, എങ്ങനെയാണ് അസൈൻ ചെയ്യേണ്ടത്, എങ്ങനെയാണത് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ സർവീസ് ഡിറ്റർമിനേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് CAS 11 പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്. CAS 11 അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്. ഒന്നുകൂടെ പറയാം, CAS 11 എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്. ഇനി CAS 12 എന്താണ്? റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്. CAS 12 എന്താണ്? റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്. അപ്പോൾ ഈ ഒരു ഇതിലെന്താ പറയുന്നത്? റൂൾസ് അല്ലേ? റൂൾസ് ആണ് എല്ലാ സ്റ്റാൻഡേർഡിലും, അതുമായി ബന്ധപ്പെട്ട റൂൾസ് ആണ്. എങ്ങനെയാണ് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ക്ലാസിഫൈ ചെയ്യേണ്ടത്, മെഷർ ചെയ്യേണ്ടത്, അസൈൻ ചെയ്യേണ്ടത്, ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ സർവീസ് ഡിറ്റർമിനേഷന് എങ്ങനെയാണ് അത് എങ്ങനെയാണ് ഈ ഒരു റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. CAS 12 എന്ന് പറയുന്നത് എന്താണ്? റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്. ഇനി CAS 13 എന്താണ്? കോസ്റ്റ് ഓഫ് സർവീസ് കോസ്റ്റ് സെൻറ്റർ. CAS 13 എന്താണ്? കോസ്റ്റ് ഓഫ് സർവീസ് കോസ്റ്റ് സെൻറ്റർ. അപ്പോൾ ഡയറക്റ്റ്ലി ഒരു ഓർഗനൈസേഷനിൽ പ്രൊഡക്ഷൻ നടത്താതെ ആ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ സെയിൽസിനെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൻ്റെ, ആ ഒരു ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അവരെയാണ് നമുക്ക് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മെഷീൻസിൻ്റെയും കാര്യങ്ങളും റിപ്പയറിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ IT ഡിപ്പാർട്ട്മെൻറ്റ്, ഇതൊക്കെ സർവീസ് കോസ്റ്റ് സെൻറ്റേഴ്സ്, സർവീസ് സെൻറ്റേഴ്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ കോസ്റ്റിൻ്റെ കാര്യങ്ങളാണ്. പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, മെഷർമെൻറ്റ് ആൻഡ് അസൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് സർവീസ് കോസ്റ്റ് സെൻറ്റർ. സെയിം കാര്യമാണ്, എക്സ്പ്ലനേഷൻ സെയിം തന്നെയാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇതിലെ എക്സ്പ്ലനേഷനിൽ വലിയ ഇമ്പോർട്ടൻസ്, നമ്മൾ ഇത്ര നമ്പർ സ്റ്റാൻഡേർഡ് ഇതാണ്. അപ്പോൾ CAS 1 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് ക്ലാസിഫിക്കേഷനാണ്. അങ്ങനെ പറയാനായിട്ട് നമുക്ക്, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അപ്പോൾ CAS 11 എന്തായിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ്
ഓവർ ഹെഡ് കോസ്റ്റ് അല്ലേ. CS12 എന്തായിരുന്നു? റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്. CS13 എന്താണ്? കോസ്റ്റ് ഓഫ് സർവീസ് കോസ്റ്റ് സെൻറ്റർ. കോസ്റ്റ് ഓഫ് സർവീസ് കോസ്റ്റ് സെൻറ്റർ. CS14 പൊല്യൂഷൻ കൺട്രോൾ കോസ്റ്റ് ആണ്. CS14 എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ കൺട്രോൾ കോസ്റ്റ് ആണ്. CS15 എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ഇത് ചിലപ്പോൾ ഒക്കെ ചോദിക്കാം. CS15 ഒക്കെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് ആണ് CS15. The objective of this standard is to bring uniformity and consistency in the principles and methods of determining the selling and distribution overheads with reasonable accuracy. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എന്താ പറയുന്നത്? എങ്ങനെയാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് വിത്ത് ഒരു റീസണബിൾ ആക്യുറസിയോട് കൂടിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക. അതെങ്ങനെയാണ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ അത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ കോസ്റ്റ് കാൽക്കുലേഷന് അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുക? ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്, CS15 പറയുന്നത്. അപ്പോൾ 11 എന്തായിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ് ആയിരുന്നു. 12 എന്തായിരുന്നു? റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ആയിരുന്നു. 13 എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് സർവീസ് കോസ്റ്റ് സെൻറ്റർ. 14 എന്ന് പറയുന്നത് പൊല്യൂഷൻ കൺട്രോൾ കോസ്റ്റ്. CS15 എന്ന് പറയുന്നത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. അടുത്ത നെക്സ്റ്റ് എന്താണ്? CS16 എന്താണ്? ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. CS16 എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. നിങ്ങൾക്കറിയാലോ ഈ രണ്ട് വാക്കുകൾ നമ്മൾ അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്നതല്ലേ. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഡിമിനിഷിങ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസെറ്റ്സ് അല്ലേ. പല കാരണങ്ങൾ കൊണ്ട് വിയർ ആൻഡ് ടിയർ ഒബ്സെലസൻസ് ഇതൊക്കെ കൊണ്ട് ഒരു അസറ്റിൻ്റെ വാല്യൂവിനുണ്ടാകുന്ന കുറവാണ് എന്ത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഫിക്സഡ് അസറ്റുകൾക്ക് വരുന്നതാണെങ്കിൽ, ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റുകൾക്ക് വരുന്നതാണെങ്കിൽ, അമോർട്ടൈസേഷൻ എന്ന് പറയുന്ന ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കോപ്പിറൈറ്റ്, പേറ്റന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ വാല്യൂവിൽ അതിന് കൊടുക്കുന്ന എന്താണ് അതിൽ വരുന്ന കുറവ് അല്ലേ, അതിനെ നമ്മൾ ചാർജ് ചെയ്യുന്നതാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും എങ്ങനെയൊക്കെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഏത് അസറ്റിനാണ് അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അസറ്റിൻ്റെ കൂടെ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂവിൽ എന്തൊക്കെ ആഡ് ചെയ്യാം, എന്തൊക്കെ ആഡ് ചെയ്യാനായിട്ട് പാടില്ല, ഏത് മെത്തേഡിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് എവിടെ വരുന്നത്, എവിടെ പറയുന്നത്? CS16 പറയുന്നത്. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു അസറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? അതിൻ്റെ പർച്ചേസ് പ്രൈസ്, അതുപോലെ തന്നെ അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജ്, അതിൻ്റെ ഫ്രൈറ്റ്, ടാക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു റൂളാണ് ഇതിൽ വരുന്നത്. ഈ ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷനും പ്രസൻറ്റേഷനും അതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ 16 എന്താണ്? ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. അപ്പോൾ CS16 എന്താണ്? ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. അടുത്തെന്താണ്? CS17 ഇൻട്രസ്റ്റ് ആൻഡ് ഫിനാൻസിങ് ചാർജ്. ഇൻട്രസ്റ്റ് ആൻഡ് ഫിനാൻസിങ് ചാർജ്. 17 ഇൻട്രസ്റ്റ് ആൻഡ് ഫിനാൻസിങ് ചാർജ്. ഇൻട്രസ്റ്റ് ആൻഡ് ഫിനാൻസിങ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ, ഫണ്ട് ബോറോ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന കോസ്റ്റുകളാണ് ഈ പറയുന്ന ഫിനാൻസിങ് ചാർജ് എന്ന് പറയുന്നത് അല്ലേ. നമ്മളൊരു ലോൺ എടുക്കുമ്പോൾ ആ ലോണിൻ്റെ ലോൺ പ്രോസസ്സിങ് ചാർജ് അല്ലെങ്കിൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ്, ഇതൊക്കെ അതിന് വരുന്ന കോസ്റ്റാണ്. ആ ഫണ്ട് ബോറോ ചെയ്യാനായിട്ട്, ആ ഫണ്ട് അക്യൂർ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റാണ്. സ്റ്റാൻഡേർഡ് deals with the principles and methods of classification, measurement and assignment of interest and financing charge.
അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ CA17 എന്താണ്? ഇൻട്രസ്റ്റ് ആൻഡ് ഫിനാൻസിങ് ചാർജ്. ഇപ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? CA11 എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ് ആണ്. 12 എന്താണ്? റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. 13 എന്താണ്? കോസ്റ്റ് ഓഫ് സർവീസ് കോസ്റ്റ് സെൻറ്റർ ആണ്. 14 എന്താണ്? പൊല്യൂഷൻ കൺട്രോൾ കോസ്റ്റ്. CA15 സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ്. CA16 ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. CA17 ഇൻട്രസ്റ്റ് ആൻഡ് ഫിനാൻസിങ് ചാർജ്. ഇനി CA18 എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് നമുക്കറിയാലോ, ഒരു പ്രോഡക്റ്റ് പലതരത്തിലുള്ള റിസർച്ചുകളൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി വരുന്ന കോസ്റ്റ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, മെഷർമെൻ്റ് ഒക്കെയാണ് എവിടെ വരുന്നത്. ആൻഡ് ദ പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ ഇൻ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് CA18 വരുന്നത്. CA18 റിസർച്ച് ആൻഡ് കോസ്റ്റ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. നെക്സ്റ്റ് എന്താണ്? CA19 ജോയിൻ കോസ്റ്റ്. CA19 ജോയിൻ കോസ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും ചോദിക്കാൻ സാധ്യതയുണ്ട്. CA19 ജോയിൻറ്റ് കോസ്റ്റ്. ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെയിം പ്രോഡക്റ്റ് റോ മെറ്റീരിയൽസ് വെച്ചുകൊണ്ട് നമ്മൾ ഒന്നിലധികം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു സ്റ്റേജ് വരെ ആ ഒരു പ്രോഡക്റ്റ് ഒരു സ്റ്റേജിന് ശേഷമാണ് ഈ ഒരു പല പ്രോഡക്റ്റായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുവരെ ഉണ്ടാകുന്ന ആ ഒരു റോ മെറ്റീരിയൽ വെച്ച് നമുക്ക് ആ റോ മെറ്റീരിയലിനെ പ്രോഡക്റ്റ് ആക്കാൻ, സെപ്പറേറ്റ് പ്രോഡക്റ്റ് ആക്കാൻ വേണ്ടി വരുന്ന ആ ഒരു സെപ്പറേഷന് മുൻപ് വരെ വരുന്ന എല്ലാ തരത്തിലുള്ള കോസ്റ്റുകളുമാണ് ആ പ്രോഡക്റ്റിൻ്റെ ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പാല് വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം അല്ലേ? പാലുൽപ്പന്നങ്ങൾ, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ബട്ടർ ഉണ്ടാക്കാം, ചീസ് ഉണ്ടാക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എന്തായാലും ഈ മിൽക്ക് എന്ന് പറയുന്നത് റോ മിൽക്ക്. അപ്പോൾ റോ മിൽക്കിനെ നമ്മൾ എന്തായാലും പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെ മറ്റു പ്രോഡക്റ്റുകളാക്കി മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോസസ്സിങ് കോസ്റ്റ് എന്ന് പറയുന്നത് അതിനെ പലതരത്തിലോട്ട് സെപ്പറേറ്റ് ചീസായിട്ടോ ബട്ടറായിട്ടോ ക്രീമായിട്ടോ ഒക്കെ മാറ്റുന്നതിന് തൊട്ട് മുൻപ് വരെയും നമ്മൾ ആ പാലിനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ആ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ജോയിൻറ്റ് കോസ്റ്റാണ്. ഓരോ പ്രോഡക്റ്റിലേക്കും ആ ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? വീതിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള കോസ്റ്റാണ്. അപ്പോൾ ഈ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഓരോ പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട്, കൃത്യമായിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഈ ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഈ ഓരോ പ്രോഡക്റ്റിലേക്കും സെപ്പറേറ്റ് ഐഡൻറ്റിഫയബിൾ പ്രോഡക്റ്റിലേക്ക് എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ജോയിൻറ്റ് കോസ്റ്റ് എങ്ങനെയാണ്? അതിൻ്റെ മെത്തേഡ്, മെഷർമെൻറ്റ്, അസൈൻമെൻറ്റ് ഒക്കെയാണ് CA19 പറയുന്നത്. CA19 ജോയിൻറ്റ് കോസ്റ്റ്. അടുത്തെന്താണ്? CA20 റോയൽറ്റി ആൻഡ് ടെക്നിക്കൽ നോഹൗ ഫീ. റോയൽറ്റി ആൻഡ് ടെക്നിക്കൽ നോഹൗ ഫീ. എന്താ റോയൽറ്റി എന്ന് പറയുന്നത്? റോയൽറ്റി എന്ന് പറയുന്നത് നമ്മൾ പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, അതുപോലെ തന്നെ കോപ്പി റൈറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫീ ആണ് ശരിക്കും പറഞ്ഞ പേയ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? റോയൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫീ എന്ന് പറയുന്നത് ഇതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് പോലെയാണ് കണക്കാക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസ് പോലെ അത് ട്രീറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും റോയൽറ്റി ആൻഡ് ടെക്നിക്കൽ നോഹൗ ഫീ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, എവിടെയാണ് നമ്മളത് ഉപയോഗിക്കേണ്ടത് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഒരു അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ മെഷർമെൻറ്റും അതിൻ്റെ ക്ലാസിഫിക്കേഷനും ഒക്കെ വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡാണ് CAS20 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? റോയൽറ്റി ആൻഡ് ടെക്നിക്കൽ നോഹൗ ഫീ.
ഇനി CS21 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്വാളിറ്റി കൺട്രോൾ. CS21 ക്വാളിറ്റി കൺട്രോൾ ആണ്. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്ന അറിയാലോ, നമുക്കൊരു പ്രൊഡക്റ്റിന്റെ സെർട്ടൈൻ ഒരു സ്പെസിഫിക്കേഷൻ ഇപ്പം എല്ലായിടത്തും പറയുന്നുണ്ട്. ഇത്ര ഒരു സ്റ്റാൻഡേർഡിൽ നമുക്ക് ഓരോ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ സ്പെസിഫിക് ക്വാളിറ്റി ഒരു സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യണം അല്ലേ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ ആ ഒരു സ്റ്റാൻഡേർഡ് അച്ചീവ്മെൻറ്റിലേക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് ഇൻറ്റേർണലി വരുന്ന ടെസ്റ്റിങ്ങും കാര്യങ്ങളും എക്സ്റ്റേണലി വരുന്ന ടെസ്റ്റിങ് ഇതെല്ലാം കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഫൈനലി നമുക്കത് ഒരു വിപണിയിലോട്ട് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ടും കുറേ കോസ്റ്റുകൾ വരും. അപ്പോൾ അതെങ്ങനെയാണ് ഈ ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ് മെഷർ ചെയ്യുന്നത്, അസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്, ഡിസ്ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളതാണ് CS21 പറയുന്നത്, ക്വാളിറ്റി കൺട്രോൾ. നെക്സ്റ്റ് CS22 മാനുഫാക്ചറിങ് കോസ്റ്റ് ആണ്. CS22 മാനുഫാക്ചറിങ് കോസ്റ്റ് ആണ്. മാനുഫാക്ചറിങ് കോസ്റ്റ്, ടാക്സബിൾ ആയിട്ടുള്ള ഗുഡ്സിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ്. എക്സൈസബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ടാക്സ് ആണ് കേട്ടോ, എക്സൈസ് ഡ്യൂട്ടി. ഇപ്പം നമുക്കതില്ലല്ലോ. ഇപ്പം എല്ലാ പ്രൊഡക്ട്സിനും ഇവിടെ മാനുഫാക്ചർ ചെയ്യാൻ പണ്ട് എക്സൈസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ഇപ്പം എല്ലാത്തിനും ഇല്ല അത്. അപ്പോൾ GST വന്ന പിന്നെ എക്സൈസ് ഡ്യൂട്ടി, കുറേ പ്രൊഡക്ട്സിൻ്റെ എക്സൈസ് ഡ്യൂട്ടി എടുത്ത് മാറ്റിയല്ലോ. അപ്പോൾ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ഡിറ്റർമൈനിങ് ദ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് എക്സൈസബിൾ ഗുഡ്സ്. അപ്പോൾ CS22 എന്താണ്? മാനുഫാക്ചറിങ് കോസ്റ്റ് ആണ്. അപ്പോൾ 22 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ എല്ലാം ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ എല്ലാം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് മാത്രം നമ്മൾ പഠിച്ചിട്ട് പോവാം. ഇത്രയും കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ പഠിച്ചല്ലോ. ഇത് പറ്റുന്നവർ ജസ്റ്റ് ഷോർട്ടായിട്ടെങ്കിലും ഇതിൽ പറഞ്ഞ പോലെ തന്നെ ടൈപ്പ് ചെയ്യാതെ നിങ്ങൾ ജസ്റ്റ് ഷോർട്ടായിട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. പറ്റുന്നവർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് കോസ്റ്റ് ഷീറ്റിൻ്റെ ഒരു ഫോർമാറ്റും കൂടെ നോക്കിയാലോ. ഇതാണ് കോസ്റ്റ് ഷീറ്റിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഷീറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഫോർ ദ പീരിയഡ് എൻറ്റഡ്, നമ്പർ ഓഫ് യൂണിറ്റ്സ്, എത്ര യൂണിറ്റ്സ് ആണെന്നുള്ളത്. ഇനി കമ്പോണൻസ് ഓഫ് കോസ്റ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ, 2 കോളം ഉണ്ട്, ടോട്ടൽ കോസ്റ്റ്, ഇവിടെ കമ്പോണൻറ്റ് ഓഫ് കോസ്റ്റ്. ഡയറക്റ്റ് മെറ്റീരിയൽ ഇവിടെ എഴുതി, ഡയറക്റ്റ് ലേബർ എഴുതി, ഡയറക്റ്റ് എക്സ്പെൻസസ് എഴുതി, ടോട്ടൽ ചെയ്തു. ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എന്ത്? പ്രൈം കോസ്റ്റ്. ഈ പ്രൈം കോസ്റ്റിന്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ്സ് കൂട്ടുമ്പോൾ എന്താണ്? ഫാക്ടറി ഓവർഹെഡ്സ് കൂട്ടുമ്പോൾ കിട്ടുന്നത് എന്താണ്? പ്രൈം കോസ്റ്റ് പ്ലസ് എന്താണ്? ഫാക്ടറി ഓവർഹെഡ്സ് കൂട്ടിയാൽ എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഈ ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് കൂട്ടിയാൽ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് കൂട്ടിയാൽ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. കോസ്റ്റ് ഓഫ് സെയിൽസ്. ഇവിടം വരെ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ എത്ര യൂണിറ്റ് ആണ് സെയിൽ ചെയ്തിട്ടുള്ളത്, ഏത് പ്രൈസിനാണ് സെയിൽ ചെയ്തിട്ടുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ സെയിൽസ് വാല്യൂ ഇവിടെ എഴുതി. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് കുറച്ച് കഴിയുമ്പോൾ എന്ത് കിട്ടും? പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ സെയിൽസ് വാല്യൂ പ്ലസ് ഫിഗർ ആണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും, മൈനസ് ഫിഗർ ആണെങ്കിൽ എന്തായിരിക്കും? ലോസ് ആയിരിക്കും. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? ഇത് ക്ലിയർ ആയോ? ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ കൊടുത്തിട്ടുണ്ട്. ദ ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റ്സ് ടു സ്വിമ്മിംഗ് ക്യാപ്പ് മാനുഫാക്ചറിംഗ് കമ്പനി ഫോർ ദ 3 months ending 31st March 2014. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഫാക്ടറി ഓവർഹെഡ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് തന്നിട്ടുണ്ട്. 1000 units of swimming caps അല്ലേ, നമ്മൾ സ്വിം ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ക്യാപ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ പീരിയഡ് ആൻഡ് ഓൾ ദ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആർ സോൾഡ്. 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് 1000 യൂണിറ്റും വിറ്റു.
₹100 പെർ യൂണിറ്റ്. ഒരു യൂണിറ്റ് 100 എന്ന രീതിയിലാണ് വിറ്റത്. അപ്പോൾ ഏകദേശം 1,00,000 രൂപയുടെ സെയിൽ നടന്നു. പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് ഷോയിങ് പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നും ചെയ്യാനില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. കോസ്റ്റ് ഷീറ്റ് ഓഫ് സ്വിമ്മിങ് ക്യാപ്സ് ഫോർ 3 months എൻഡിങ് 31st March 2014. നമ്പർ ഓഫ് യൂണിറ്റ്സ് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, 1000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. കമ്പോണൻസ് ഓഫ് കോസ്റ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ ടോട്ടൽ കോസ്റ്റിൻ്റെ കുളത്തിൽ 28,000. എല്ലാം ക്വസ്റ്റ്യനിൽ തന്നത് എടുത്തെഴുതുക. ഡയറക്റ്റ് ലേബർ എഴുതി, ഡയറക്റ്റ് എക്സ്പെൻസ് 5,000. ടോട്ടൽ കൂട്ടുക. ടോട്ടൽ കൂട്ടുമ്പോൾ എത്രയാണ്? 28,000 പ്ലസ് 22,000 പ്ലസ് 5,000 എത്രയാണ്? 55,000. അപ്പോൾ ഇത് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂട്ടുമ്പോൾ കിട്ടുന്നത് എന്താണ്? പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ്. ഈ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ്സ് കൂട്ടുമ്പോൾ കിട്ടുന്നത് എന്താണ്? ഫാക്ടറി ഓവർ ഹെഡ്സും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? ഫാക്ടറി ഓവർ ഹെഡ്സ് കൂട്ടുമ്പോൾ കിട്ടുന്ന ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ് കൂട്ടുമ്പോൾ കിട്ടുന്ന എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സും കൂടെ കൂട്ടുമ്പോഴാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടുന്നത്. പിന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, ഒരു യൂണിറ്റിന് 100 രൂപ വെച്ചിട്ടാണ് വിറ്റത്. അപ്പോൾ സെയിൽസ് എത്രയാ? 1000 × 100 1,00,000. അപ്പോൾ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 30,000. അപ്പോൾ എത്രയാ പ്രോഫിറ്റ്? 30,000. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും കംപ്ലീറ്റ് ചെയ്തു, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെയും കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് MCQ വീഡിയോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. താങ്ക് യു.